ഓട്ടുറുമ എന്ന കേൾക്കാൻ രസമുള്ള പേരിലാണ് വടക്കൻ കേരളത്തിൽ ഈ വണ്ടുകൾ അറിയപ്പെടുന്നത്. ഇവർ വീടുകളിൽ കൂട്ടമായി എത്തിയാൽ കുടിയൊഴിപ്പിക്കൽ അത്ര എളുപ്പമല്ല. ഒന്നും രണ്ടുമല്ല, ഒറ്റ കെട്ടിടത്തിൽ തന്നെ 5 ലക്ഷം മുതൽ 45 ലക്ഷം വരെ ഈ വണ്ടുകൾ, മുപ്പിളി വണ്ടുകൾ ഒന്നിച്ചെത്തിക്കളയും. അടുത്ത 9 മാസവും അവർ തല്ലിയാലും കൊന്നാലും അവിടം വിട്ടു പോകില്ല. അടർത്തി മാറ്റുവാൻ നോക്കിയാൽ പരസ്പരം ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇവരെ കൊണ്ട് മറ്റു വേറൊരു ഉപദ്രവവുമില്ല. പരമസാത്വികരായിട്ടുള്ള നിരുപദ്രവ ജീവികൾ, ആരെയും കടിക്കാതെ കുത്താതെ നമ്മുടെ വിലപിടിപ്പുള്ളതൊന്നും എലികളെയും ചിതലുകളെയും പോലെ തിന്നും കരണ്ടും നശിപ്പിക്കാത്തവർ. അത്രയൊക്കെ സാധുക്കളാണെങ്കിലും ഇവരെ കൊണ്ടുള്ള ശല്യവും ഉപദ്രവവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭീകരമാണ്. പല വീടുകളിലും ആൾതാമസം സാധ്യമല്ലാത്ത വിധത്തിൽ, വീടൊഴിഞ്ഞു പോകേണ്ട വിധത്തിൽ ഇവർ തമ്പടിക്കും. മാസങ്ങളെന്ന് മാത്രമല്ല, എല്ലാ വർഷവും മുടങ്ങാതെ അതേ കെട്ടിടത്തിൽ തന്നെ ഇവരുടെ സംഘം എത്തുകയും ചെയ്യും. 9 മാസമാണ് ഇവരുടെ തമ്പടിക്കൽ കാലമെങ്കിലും 1 വർഷം മാത്രം ആയുസ്സുള്ള ഇവരുടെ ഓരോ തലമുറയും ഓർമ്മ വെച്ച് ഒഴിയാബാധ പോലെ പഴയ കെട്ടിടത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. 20 വർഷമായിട്ട് മുടങ്ങാതെ മറക്കാതെ മുപ്പിളിക്കൂട്ടങ്ങൾ എത്തുന്ന വീടുകളുമുണ്ട്. മുപ്പിളി വണ്ടുകൾ എന്ന് വിളിക്കുന്ന വളരെ സാധുക്കളായിട്ടുള്ള, വളരെ ഉപദ്രവകാരികളായിട്ടുള്ള വണ്ടുകളെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൊളിയോപ്റ്റെറ ഓർഡറിൽ ടെനിബ്രിയോനിഡെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ മുപ്പിളി വണ്ടുകൾ. ലുപ്രോപ്സ് ട്രിസ്റ്റിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. വളരെ ചെറിയ വണ്ടുകളാണെങ്കിലും ഇവരെ കൊണ്ടുള്ള ഉപദ്രവം വളരെ വലുതാണ്. ഓടിട്ട വീടുകളുടെ പട്ടികകൾക്കും കഴുക്കോലിനും ഇടയിലുള്ള സ്ഥലത്തൊക്കെ ഇവർ ഒളിച്ചു കഴിയുന്നതിനാൽ ഓട്ടുറുമ, ഓടുവണ്ട്, ഓട്ടെരുമ എന്നൊക്കെ ഇതിന് പേരുണ്ട്. എരുമക്കറുപ്പുള്ള ഉറപ്പുള്ള ഈ കോട്ടിട്ടതുപോലെയുള്ള ഇവയുടെ രൂപം മൂലം ഇവർക്ക് കോട്ടെരുമ, എരുമ മൂട്ട എന്നൊക്കെ പേരുണ്ട്. പഴയ ഓലപ്പുരകളുടെ ഒക്കെ ഉള്ളിലെ ഓലകൾക്കിടയിലും അവയുടെ വാരികൾക്കിടയിലും ഒക്കെ ഒളിച്ച് ധാരാളമായിട്ട് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഓലച്ചാത്തൻ എന്നും ഓലപ്രാണിയുമെന്നും പേരുണ്ട്. 3/4 സെൻറ്റിമീറ്ററിനടുത്ത് മാത്രം നീളമുള്ള ഈ കുഞ്ഞൻ വണ്ടുകൾക്ക് അവയ്ക്ക് എടുത്താൽ പൊങ്ങാതത്ര കനമുള്ള കരിഞ്ചെള്ള് എന്ന പേരും ചില പ്രദേശങ്ങളിലുണ്ട്. ഇവരും ചെള്ളുകളും മൈറ്റുകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇവർ വണ്ടുകളാണ്. വണ്ടുകളുടെ ചിറകുകളുടെ പ്രത്യേകത അറിയാമല്ലോ. 2 ജോഡി ചിറകുകളിൽ മുകളിലെ ജോഡി ഉറപ്പുള്ള ഒരു കവചം, ഒരു മൂടി പോലെയായിരിക്കും ഉണ്ടാകുക. അവക്ക് എലിട്ര എന്നാണ് പറയുക. അതുപയോഗിച്ചല്ല അവ പറക്കുന്നത്. അതിനിടയിൽ സുരക്ഷിതമായിട്ട് പൊത്തിവെച്ചിരിക്കുന്ന ഒരു ജോഡി ചിറകുകളുണ്ട്. ഈ മുകൾ പാളി ഉയർത്തി വെച്ചതിൻ്റെ ശേഷം ആ ചിറകുകൾ വിടർത്തിയാണ് വണ്ടുകളെല്ലാം പറക്കുക. ഇനിയും പല നാടുകളിൽ പല പേരുകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയുന്ന മറ്റു പേരുകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. 100-100 ലക്ഷക്കണക്കിന് വണ്ടുകളാണ് നമ്മുടെ വീടുകളിലേക്ക് വിരുന്നു വരിക. ഓടിട്ട കെട്ടിടങ്ങളുടെ കഴുക്കോലും ഉത്തരവും ഒക്കെ നിറഞ്ഞ് കരിയോയിൽ വാരിപ്പൂശിയ കോലത്തിലുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ പായത്തേനീച്ചകൾ പറ്റിയതുപോലെ തോന്നും. ആലയും തേങ്ങാക്കൂടും ചകരിക്കൂനയും വിറകുപുരയും ഒന്നും ഇവർ ഒഴിവാക്കില്ല. ഒന്നിനുമേൽ ഒന്നായിട്ട് 3 അട്ടിയോളം ഇവർ ഇരുൾ മൂലകളിൽ വന്നു മൂടും. മുൻവർഷം തമ്പടിച്ച സ്ഥലങ്ങൾ തന്നെയാണ് അടുത്ത വർഷവും പുതിയ തലമുറ തമ്പടിക്കാൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ അട്ടിയായിട്ട് ഇവർ കിടക്കുന്നതും ഒരു അതിജീവന തന്ത്രമാണ്. നനവും തണുപ്പുമുള്ള ദീർഘ മൺസൂൺ കാലം ഇവർ പരസ്പരം ഇങ്ങനെ ചേർന്ന് കിടന്ന് കൂട്ടമായി കഴിഞ്ഞ് ഉള്ളിലുള്ളവർക്കൊക്കെ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കും. പലതരത്തിലുള്ള കാടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇലപൊഴിയും കാടുകൾ. വേനൽക്കാലമാകുമ്പോൾ ഇലകളിലൂടെ ജലനഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെയും അവരുടെ ഇലകൾ പൊഴിച്ച് താഴെയിടും. എന്നിട്ട് നഗ്നമായിട്ട് ഇങ്ങനെ വെറും ചില്ലകളോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാ റബ്ബർ തോട്ടങ്ങളിലും ഇങ്ങനെ വേനൽക്കാലമാകുമ്പോൾ ഇലകൾ മുഴുവൻ പൊഴിച്ചിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലകളെല്ലാം പൊഴിഞ്ഞ് നിലത്ത് മെത്ത പോലെ കിടക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഇലമെത്തകളിലാണ് ഈ വണ്ടുകൾ പ്രജനനം നടത്തുന്നത്. ഇങ്ങനെ ചൂടുകാലമാകുമ്പോൾ ചുറ്റുവട്ടത്തുമുള്ള ഇലപൊഴിയും മരങ്ങൾ ഇലപൊഴിച്ച് മെത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ വണ്ടുകൾ മനസ്സിലാക്കും. ഈ ഓട്ടുറുമക്കൂട്ടങ്ങൾ അപ്പോൾ കൂട്ടമായിട്ട് അവർ എത്രയോ മാസമായിട്ട് വിശ്രമിക്കുന്ന താമസ സ്ഥലം വിട്ട് പതുക്കെ ഈ തോട്ടങ്ങളിലേക്ക് പുറപ്പെടും. എത്രയോ മാസമായിട്ട് ഭക്ഷണമൊന്നുമില്ലാതെ അട്ടിയിട്ടതുപോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയായിരുന്ന ഇവരുടെ ഉള്ളിലെ കൊഴുപ്പ് ശേഖരമെല്ലാം പട്ടിണി കിടന്ന് തീർന്നിരിക്കും. എങ്കിലും ഇവരുടെ പറക്കൽ ശേഷിയൊന്നും നഷ്ടമാകില്ല. എലിട്ര എന്ന ഉറപ്പൻ മേൽമൂടി കവചം തുറന്ന് അതിനുള്ളിലെ ചിറകുകൾ വീശി ഇവർ ഇലമെത്തകളിലേക്കെത്തും. എന്നിട്ട് ഇലമെത്തകളുടെ ഉള്ളടരുകളിലേക്ക് നുഴഞ്ഞു കയറും. അതിനിടയിലാവുമ്പോഴങ്ങനെ ചൂട് തട്ടില്ലല്ലോ. അവിടെ നിന്നിട്ട് ഇലകൾ തിന്ന് വയറു നിറക്കും. ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇണചേരലായി, മുട്ടയിടലായി. ആൺപെൺ വണ്ടുകൾ തമ്മിൽ കാഴ്ചയിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. പെൺവണ്ടുകൾ 10 മുതൽ 15 മുട്ടകൾ വരെ ഇടും. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞി ലാർവ പുഴുക്കൾക്ക് വെളുത്ത നിറമാണെങ്കിലും കുറച്ച് സമയം കൊണ്ട് അത് കറുപ്പ് നിറത്തിലേക്ക് മാറും. ഇവരുടെ 1 വർഷത്തെ ജീവചക്രത്തിലെ ആദ്യത്തെ 1 മാസവും ഈ ലാർവയായിട്ടാണ് ഇവർ കഴിയുന്നത്. 5 പ്രാവശ്യം ഈ ലാർവകൾ അവയുടെ പുറംപാളികൾ പൊഴിച്ചു കളഞ്ഞ് മോൾട്ടിങ് നടത്തിയിട്ട് വളരുകയാണ് ചെയ്യുക.
ഈ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ മുഴുവൻ തുരുതുരാ ഇലകൾ തിന്നുകൊണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ലാർവൽ ഘട്ടങ്ങളെ ഇൻസ്റ്റാറുകൾ എന്നാണ് പറയുക. 5 ഇൻസ്റ്റാറുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ പ്യൂപ്പയായി മാറും. ഈ പ്യൂപ്പൽ ഘട്ടം എന്ന് പറയുന്ന ഒരു സമാധിദശ അധികം നീളുന്നതല്ല, 3-4 ദിവസം മാത്രമായിരിക്കും. അതിനുള്ളിൽ ഈ പുഴുരൂപി ഒരു പ്രാണിയായിട്ട് മാറും. അതായത് വിരിഞ്ഞ് പുറത്തു വരുന്നവർക്ക് ചിറകും ആൻറ്റിനകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്യൂപ്പയിൽ നിന്നും അഡൽട്ടായിട്ട് വരുമ്പോൾ ആദ്യം ഇവയുടെ നിറം ബ്രൗൺ കളറിലായിരിക്കും. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഇവയുടെ നിറം നല്ല കറുപ്പായിട്ട് മാറും, കരിഞ്ചെള്ളായിട്ട് മാറും. ഇനി മുതിർന്ന മുപ്പിളി വണ്ടായിട്ട് 11 മാസമാണല്ലോ ജീവിതം. അതിലെ വിശ്രമകാലമാണ് 9 മാസം. ആ കാലത്തേക്ക് വേണ്ടത്രയും കൊഴുപ്പ് ശരീരത്തിൽ ശേഖരിച്ച് വെക്കാനുള്ള തകൃതിയായിട്ടുള്ള തീറ്റയാണ് പിന്നെ. ഇലകളൊക്കെ നുറുക്കി നുറുക്കി തിന്നുകൊണ്ടിരിക്കും. ഒറ്റക്കൊറ്റക്ക് കണ്ടാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത വിധത്തിലുള്ള ഒരു സാധാരണമായിട്ടുള്ള ഒരു കുഞ്ഞു പ്രാണി മാത്രമാണ് ഓട്ടുറുമ. നമ്മളെ കടിക്കില്ല, ബഹളം വെക്കില്ല, മരമോ മറ്റ് സാധനങ്ങളോ ഒന്നും കരണ്ട് തിന്നില്ല, അവിടെയും ഇവിടെയൊക്കെ ചറപറ പറന്ന് നമുക്ക് ശല്യം ചെയ്യില്ല, ദേഹത്ത് വന്ന് പറ്റില്ല. അതിൻ്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപദ്രവവും ചെയ്യാതെ ഒരു പഞ്ചപാവം. ഇവ ദീർഘവിശ്രമത്തിനായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എത്തുന്നതോടു കൂടിയിട്ടാണ് പ്രശ്നം ആരംഭിക്കുന്നത്. തല്ലിയാലും അടിച്ചാലും അടർത്തിയാലും വിട്ടു പോവില്ല. വീടിൻ്റെ ഇരുൾ മൂലകളിൽ ഇതെൻ്റെ വീട് എന്നുള്ള മട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കളിച്ച് അവിടെ തന്നെ തങ്ങും. ഇടയ്ക്ക് വരെ ഒന്ന് പൊസിഷൻ മാറ്റാൻ ഒന്ന് ഇളകിയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് കൈവിട്ട് താഴെ വീഴുമ്പോൾ താഴെ ആരുടെയെങ്കിലും ദേഹത്തോ അല്ലെങ്കിൽ തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥത്തിലോ നമ്മുടെ കിടക്കയിലോ ഒക്കെ ആവാം. ഉറക്കത്തിൽ അത് നമ്മുടെ കിടക്കയിലൊക്കെ വീണ് പതുക്കെ അത് നമ്മുടെ ചെവിയിലൊക്കെ കയറുമോ എന്നുള്ള ഭയം മാത്രമല്ല, കാഴ്ചയിലുണ്ടാകുന്ന ഈ അറപ്പ് മൂലം ഇതുള്ള മുറിയിൽ മനസമാധാനത്തോടെ പലർക്കും കിടന്നുറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നമ്മളിവയെ അമർത്തുകയോ അല്ലെങ്കിൽ ദേഹത്ത് വീണവയെ തടവുകയോ ഒക്കെ ചെയ്തു പോകും. അപ്പോഴിവിടെ ശരീരത്തിൽ നിന്നും സ്വരക്ഷക്കായിട്ട് അവ പുറത്തേക്ക് വിടുന്ന ഒരു സ്രവമുണ്ട്. ഫിനോളിക്കായിട്ടുള്ള ഒരു രൂക്ഷ ഗന്ധവും രൂക്ഷ സ്വഭാവമുള്ള സ്രവം അത് പുറത്തു വരും. അത് നമ്മുടെ തൊലി പൊള്ളിക്കും, ചിലർക്ക് അലർജി ഉണ്ടാക്കും, ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കും. അതായത് ഇവർ കയറിയ വീടുകളിൽ മനസ്സമാധാനത്തോടെ ഒരു ദിവസവും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇനി എന്തൊക്കെ കീടനാശിനികൾ തളിച്ചാലും ഇവർ സ്ഥലം കാര്യമാക്കില്ല. ചത്തവർ ചത്തൊഴിയും എന്ന് മാത്രം. എന്നു മാത്രമല്ല, തുടർച്ചയായിട്ട് എത്രയോ തലമുറകളായിട്ട് വന്നു പറ്റിക്കൊണ്ടിരുന്ന വീടുകളിൽ ആ സ്ഥലം ഒഴിവാക്കാതെ അടുത്ത തലമുറ കുട്ടികൾ അത്രയും എങ്ങോ ജനിച്ചാലും വഴിയാരും പറഞ്ഞു കൊടുക്കാതെ അമ്മ വീട്ടിലേക്ക്, തറവാട്ട് വീട്ടിലേക്ക് എന്ന മട്ടിൽ കൂട്ടമായി പറന്നെത്തി അവിടെ കുടികിടപ്പ് തുടങ്ങും. ചില വീടുകളിൽ ചാക്ക് കണക്കിന് ഓട്ടുറുമകളെ ചൂലുകൊണ്ട് തുടച്ച് നിലത്ത് വീഴ്ത്തി മുറത്തിൽ കോരിക്കളയുന്നത് കാണാം. പക്ഷേ എന്നാലും ഇവർ വിട്ടൊഴിഞ്ഞു പോവുകയേയില്ല. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകളിലുള്ള റബ്ബർ തോട്ടങ്ങളോടും കശുവണ്ടി തോട്ടങ്ങളോടും ഒക്കെ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിലേക്കാണ് ഇവർ സാധാരണയായിട്ട് എത്താറ്. ടെനിബ്രിയോനിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുവണ്ടുകളാണ് ഇവർ എന്ന് പറഞ്ഞല്ലോ. ടെനിബ്രിയോ എന്നത് ടാക്സോണമിയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന കാളീനസ്, ചിലയിനം ധാന്യങ്ങൾ നശിപ്പിക്കുന്ന കീടപ്രാണികളുടെ ജീനസ് നാമമായിട്ട് നൽകിയ പേരായിരുന്നു. ഇരുട്ടിനെ പ്രണയിക്കുന്ന എന്നാണ് ഇതിൻ്റെ ലാറ്റിനിലുള്ള അർത്ഥം. ഇരുളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരായതിനാലാണ് അങ്ങനെ പേരിട്ടത്. അതിനാൽ ഇത്തരത്തിലുള്ള പ്രാണികൾക്ക് ഡാർക്ക്ലിംഗ് ബീറ്റിലുകൾ എന്നും ഇംഗ്ലീഷിൽ പേരുണ്ട്. നമ്മുടെ ഈ ഓട്ടുറുമകൾ ഇവിടെ മാത്രമല്ല, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പല രാജ്യങ്ങളിലുമുണ്ട്. ട്രോപ്പിക്കൽ ആഫ്രിക്ക മുതൽ ഏഷ്യ വരെയും ഈസ്റ്റ് ഇൻഡീസ് മുതൽ പാപ്പുവ ന്യൂഗിനി വരെയും ഉള്ള പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലൊക്കെ ഇവയെ കാണാറുണ്ട്. എങ്കിലും ആദ്യമായിട്ട് ഇവയെ നിരീക്ഷിച്ച് വിശദീകരിച്ച് പഠിച്ചത് നമ്മുടെ കേരളത്തിലാണ്. മധ്യ കേരളത്തിലെ മുപ്ലിയം എന്ന് പറയുന്ന പ്രദേശത്ത് 1970കളിൽ വ്യാപകമായിട്ട് ഇവയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഗവേഷകർ അവയെ നിരീക്ഷിക്കുകയും പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നിട്ടാണ് ഇവരെ മുപ്ലി ബീറ്റിലുകൾ അല്ലെങ്കിൽ മുപ്ലി വണ്ടുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരു ചതുരശ്ര മീറ്ററിൽ 200 എണ്ണം എന്ന തോതിൽ ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ 2 കോടിയോളം മുപ്ലി വണ്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള റബ്ബർ തോട്ടങ്ങളൊക്കെയുള്ള പ്രദേശങ്ങളോട് ചേർന്നുള്ള വീടുകളിൽ ഇവർ വിശ്രമിക്കാൻ എത്തുമ്പോൾ എത്രയായിരിക്കും എന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് പശ്ചിമഘട്ട മേഖലകളിൽ 5 ലക്ഷം ഹെക്ടർ റബ്ബർ കൃഷിയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹൈപ്പോത്തറ്റിക്കലി ഇതിൻ്റെ ഒരു 20% റബ്ബർ തോട്ടങ്ങളിൽ മാത്രമേ ഇത്തരം വണ്ടുകൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യമായ വിധത്തിലുള്ള ഇലമെത്തകളുള്ളൂ എന്ന് കരുതിയാൽ പോലും 50 ബില്യൺ, അതായത് 5000 കോടി മുപ്ലി വണ്ടുകൾ ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട്. ടാപ്പിംഗ് ചെയ്യുന്നവർക്കൊന്നും ഇവരെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാകില്ല. ഇലകളുടെ അടിയിൽ ഒളിച്ചിട്ടായിരിക്കും ഇവയുടെ ലാർവപ്പുഴുക്കളും അഡൽട്ടും ഒക്കെ ഇങ്ങനെ ഇലകൾ നുറുക്കി തിന്നുകൊണ്ടേയിരിക്കുന്നത്. റബ്ബർ പോലെയുള്ള ഏകവിള തോട്ടങ്ങളുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി തീരുമാനിക്കുന്നതിൽ ഇവർക്കും ഒരു പങ്കുണ്ട്. ഇവരാണ് ആ ഇലകൾ മുഴുവൻ നുറുക്കി ജീർണിപ്പിച്ച് വളമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായിട്ടും ശല്യക്കാരായിട്ട് കണ്ട് ഒഴിവാക്കാനും നമുക്ക് പറ്റില്ല.
കൃഷിക്കാർക്ക് ഇവരെ കൊണ്ട് ഗുണമുണ്ട് എന്നർത്ഥം. ഇവരുടെ ഈ വിശ്രമകാലം നമ്മുടെ വീടുകളിൽ വരാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. അതൊന്നു മാത്രമാണ് ഇവരെ കൃഷിത്തോട്ടങ്ങളോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെ സാധാരണ മനുഷ്യരുടെ ഏറ്റവും വെറുക്കുന്ന, അറപ്പുള്ള, പേടിപ്പിക്കുന്ന ഒരു പ്രാണിക്കൂട്ടമാക്കി മാറ്റിയത്. എന്തായാലും പല പ്രദേശങ്ങളിലും ആളുകൾ വീടൊഴിഞ്ഞു പോകേണ്ട അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞു. പലതരം ബ്രോഡ് സ്പെക്ട്രം കീടനാശിനികൾ വളരെ മാരകമാണ്, വീടകങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. കിടപ്പുമുറിയിലും അടുക്കളയിലും വരെ ആളുകൾ ഈ ഇത്രയും ശക്തിയുള്ള കീടനാശിനികൾ അടിക്കുന്നു, ഇവയെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്തതിനാൽ. എന്നിട്ടും ഇവർക്കെതിരെ പൂർണ്ണമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെയും സാധ്യമായിട്ടുമില്ല. അപ്പോഴും മുപ്ലി വണ്ടുകൾ സ്വയം ചോദിക്കുന്നുണ്ടാവും, ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകണമെന്ന്. എൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ണൂരിൽ ഈ പ്രശ്നം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അതായത് 50 വർഷം മുമ്പ് തന്നെ. പണ്ട് ഞങ്ങൾ കുട്ടികളോട് മുതിർന്നവർ സന്ധ്യ ആവുമ്പോൾ ചിരട്ട മുട്ടാൻ പറയും. ചിരട്ടകൾ ചേർത്ത് കറ എന്ന് മുട്ടുമ്പോൾ അവയുടെ ശബ്ദം മൂലം ഈ ഊട്ടുറുമകൾ വരില്ല എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. വൈദ്യുതി വിളക്കുകളൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. മണ്ണെണ്ണ വിളക്കുകളൊക്കെ ഊതിക്കെടുത്തി രാത്രി കിടക്കും വരെയും ഈ ചിരട്ടകൾ മുട്ടിയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടും ഓട്ടുറുമകൾ വീടുകളിൽ എത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ പഠിച്ച ബ്ലാത്തൂർ ഗാന്ധി വിലാസം ALP സ്കൂളിൻ്റെ ഓല ഷെഡിലെ അതിൻ്റെ ഉള്ളിൽ നിന്നും താഴോട്ട് വീണ് ദേഹത്തും മുഖത്തും ഒക്കെ ഓടി നടന്ന കുഞ്ഞ് പ്രാണികളുടെ ഓർമ്മകൾ, അവയുണ്ടാക്കിയ അറപ്പും വെറുപ്പും ഒക്കെ ഇപ്പോഴും മനസ്സിൽ നിന്നും പോയിട്ടില്ല. സ്കൂളിലെ ഉപ്പുമാവിൽ വീണുപോയ ഓട്ടുറുമയെ അബദ്ധത്തിൽ ചവച്ചതിൻ്റെ ചവർപ്പ് രുചി ഇപ്പോഴും നാവിലുള്ള എൻ്റെ പ്രായക്കാരുണ്ടാവും. വേനൽ ചൂട് കഴിഞ്ഞിട്ട് ആദ്യ മഴ തകർത്ത് പെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ റബ്ബർ തോട്ടങ്ങളിലെ ഇലമെത്തകൾ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞൻ വണ്ടുകളൊക്കെയും അയ്യോ ഞങ്ങൾക്ക് മഴ കൊള്ളാൻ വയ്യേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത്, അല്ലെങ്കിൽ ഇറങ്ങി പറക്കുന്നത്. റബ്ബർ തോട്ടങ്ങളോട് ചേർന്നിട്ടുള്ള പഴയ വീടുകളിലേക്കാണ് ഇവർ ആദ്യം ചേക്കേറുക. അവിടെ സുരക്ഷിതമാണെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ കഴിയും. പിന്നെ അവർ ബാച്ചായിട്ട് അവരുടെ പഴയ അമ്മമാർ താമസിച്ചിരുന്ന വിശ്രമ വീടുകളിലേക്ക് തന്നെ ചിലപ്പോൾ മടങ്ങിപ്പോകും. ഹെവിയ ബ്രസീലിയൻസ് എന്ന് വിളിക്കുന്ന നമ്മുടെ റബ്ബർ മരങ്ങളുടെ ഇലകളാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് കണക്കാക്കുന്നത്. അവയുടെ പൊഴിഞ്ഞ ഇലകൾ മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള മരങ്ങളുടെയും പൊഴിഞ്ഞ ഇലകൾ ഇവർ ഭക്ഷിക്കുന്നുണ്ട്. റബ്ബർ കൃഷി വടക്കൻ മലബാറിൽ പ്രചാരമാവുന്നതിനും എത്രയോ വർഷം മുമ്പ് തന്നെ ഈ ഓട്ടുറുമ ശല്യം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ന് വിശാലമായിട്ടുള്ള കശുവണ്ടിത്തോട്ടങ്ങളിൽ നിന്നായിരിക്കും ഇവ വിരുന്നെത്തിയത്. മാവിൻ്റെയും കശുമാവിൻ്റെയും ഇലകൾ മാത്രമല്ല, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാവിൻ്റെ ഇലയും ഇവർക്ക് വളരെ ഇഷ്ടമാണ്. തിയോബ്രോമ കൊക്ക എന്ന് വിളിക്കുന്ന കൊക്കോയുടെ ഇലകൾ, മഹാഗണിയുടെ ഇലകൾ, ഇതൊക്കെയും ഇവർ തിന്നു. ഇതും കൂടാതെ കാലിത്തീറ്റക്കായിട്ടും തണൽ മരങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പലതരം ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇലകളും ഈ മുപ്ലി വണ്ടുകൾ തിന്നുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ഇഷ്ടം റബ്ബറിൻ്റെ തളിരിലകളും വീണ ഇലകളും തന്നെ. മുതിർന്ന വണ്ടുകൾ അവയുടെ ജീവിതത്തിൻ്റെ 11 മാസങ്ങളിൽ 9 മാസവും ഡോർമെൻ്റായിട്ട് തീറ്റയും കുടിയും ഇല്ലാതെ ഒരു തപസ് പോലെ എവിടെയെങ്കിലും വിശ്രമിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. മനുഷ്യരിങ്ങനെ വീടൊക്കെ വെക്കുന്നതിന് മുമ്പേ ഇവരെവിടെയായിരിക്കും ഇങ്ങനെ വിശ്രമിച്ചിരിക്കുക? വൻമരങ്ങളുടെ പൊത്തുകൾ, പാറക്കൂട്ടങ്ങളുടെ അടിയിലുള്ള വെയിലേൽക്കാത്ത സ്ഥലങ്ങൾ, ഇരുണ്ട പാറയുടെ വിടവുകൾ എന്നിവിടങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് കോടിക്കണക്കിനെണ്ണം ഒന്നിച്ച് കഴിയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും വീടുകളൊന്നും അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലെ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ ഇവർ കൂട്ടമായിട്ട് കഴിയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീട് വെച്ചപ്പോൾ മേയാൻ വേണ്ടിയിട്ട് പുല്ലും മോലയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ അതിനിടയിലൊക്കെ ധാരാളം സ്ഥലം ഇവർക്ക് സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് കിട്ടി. എന്നാൽ കോൺക്രീറ്റ് വീടുകൾ അവർക്ക് അത്ര ഇഷ്ടമല്ല. എങ്ങും പോകാൻ വേറെ സ്ഥലം കിട്ടാത്തപ്പോൾ താൽക്കാലിക ആശ്വാസമായിട്ട് അവിടെയൊക്കെ കൂടുന്നു എന്ന് മാത്രം. എന്നാലും അത്തരം വീടുകളിലും എവിടെയെങ്കിലും ഒഴിഞ്ഞ ഇരുൾ മൂലകൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണല്ലോ. ആ സ്ഥലങ്ങളിലേക്കാണ് അവർ കയറി പറ്റാൻ ശ്രമിക്കുക. എന്തായാലും പഴയ ഓടിട്ട വീടുകൾ കിട്ടിയാൽ അവർ വിടില്ല. ബാധ കൂടുന്നത് പോലെ എത്രയോ വർഷമായിട്ട് തലമുറകളായിട്ട് അവിടെ തന്നെ തമ്പടിക്കും. തലമുറ കൈമാറി ആ സ്ഥലം അവർ കാക്കും. ഈ ദീർഘനിദ്ര വിശ്രമകാലത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള 1 മാസം പ്രീ ഡോർമൻസി പീരീഡ് എന്നാണ് പറയുക. അപ്പോൾ തകൃതിയായിട്ടുള്ള തീറ്റയാണ്, ഇടചേരലൊന്നുമില്ല. അതായത് ഇനിയുള്ള 9 മാസം ഭക്ഷണമൊന്നുമില്ലല്ലോ. മഴ പെയ്യുന്നതോടുകൂടി ഇവരൊക്കെയും ഉഷാറായിട്ട് വീടുകളിലേക്ക്, വിശ്രമ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരും. രാത്രി വെളിച്ചം കാണുന്ന ഇടങ്ങളാണ് ആദ്യം പരിഗണിക്കുക. മുൻ തലമുറ കഴിഞ്ഞ വീടുകളിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഇവർ ശ്രമിക്കും. തൊട്ടടുത്തുള്ള വീടുകളിലൊന്നും കയറാതെ പഴയ വീടുകളിലേക്ക് തന്നെ മാത്രമായിട്ട് ഇവർ വരുന്നതും കാണാം. ഇതുപോലെ നിദ്ര ഉണർന്നതിൻ്റെ ശേഷമുള്ള 1 മാസവും പോസ്റ്റ് ഡോർമൻസി പീരീഡ് എന്നാണ് വിളിക്കുക. ആ സമയമാണ് പിന്നെ ഇവർ സജീവരാകുന്നത്. അപ്പോഴാണ് തീറ്റയും ഇണചേരലും നടക്കുന്നത്. ആദ്യം തീറ്റ, പിന്നെ ഇണചേരൽ. അതിനാൽ വേനൽക്കാലത്ത് ഇവരെ കൂടുതൽ ജോറായിട്ട് കാണാം. തീറ്റയും ഇണചേരലും മുട്ടയിടലും ഒക്കെയായിട്ട് ജഗപൊക ജീവിതം. ഇല പൊഴിഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ ആ സമയത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്യാതെ പല തോട്ടങ്ങളും മനുഷ്യ സാമീപ്യമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാവും.
മുപ്ലി വണ്ടുകളുടെ വിശ്രമകാലം ഒലിഗോപോസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാം മറന്നിട്ടുള്ള ശിശിര നിദ്ര പോലെ പല ജീവികൾക്കുമുണ്ടല്ലോ, ഡയോപ്പോസ് എന്നാണ് അത് പറയുക. അത്തരത്തിലുള്ളതല്ല, ഇവ ഉണർന്നു തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം കള്ളവിശ്രമം പോലെ ഒന്ന് മയങ്ങിൽ മാത്രമായിട്ടുള്ള ക്യൂസെൻസ് എന്ന് പറയുന്ന ഒരു രീതിയുമല്ല. അതിനിടയിലെ ഒരു അവസ്ഥയാണ് ഇവരുടേത്. ഇവയെ അങ്ങനെ എളുപ്പത്തിലൊന്നും ഒഴിവാക്കാൻ പറ്റാത്തത് ഇവയുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ടാണ്. ഉറപ്പുള്ള പുറം കവച ഇലിട്ര മൂടിയും ഉള്ളിൽ കടുത്ത രൂക്ഷഗന്ധമുള്ള ഫിനോളിക് സ്രവങ്ങളും ഉള്ളതിനാൽ തന്നെ ഇവയെ പല ഇരപിടിയന്മാരായിട്ടുള്ള പക്ഷികളും തിരിഞ്ഞു നോക്കില്ല. ഇവരുടെ മുട്ട വിരിഞ്ഞുള്ള ലാർവകൾക്കും അഡൽട്ടിനും തിമിർക്കാൻ മാത്രം ധാരാളം ഇലകൾ മെത്തകളായിട്ട് കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇവയുടെ എണ്ണം ഒരിക്കലും കുറയാനും പോകുന്നില്ല. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ മൺസൂൺ മഴ എത്തിയിട്ടും 1-2 ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ വടക്കൻ മലബാറിൽ മഴയെത്തുക. ഇണചേരാനും വളർച്ചാഘട്ടങ്ങൾ പൂർത്തിയാക്കാനും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാനും ഒക്കെ ഇങ്ങനെ 3-4 ദിവസത്തിൻ്റെ അധികം ലഭിക്കുന്നതിനാൽ തന്നെ തെക്കൻ കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അതിജീവനം ഇത്തരം മുപ്ലി വണ്ടുകൾക്ക് വടക്കൻ കേരളത്തിൽ സാധ്യമാണ്. അതിനാൽ തന്നെ ഇവയുടെ ഉപദ്രവം കൂടുതലുള്ളത് വടക്കൻ കേരളത്തിലാണ്. തിരുനെല്ലിയിലെ ചോലവനങ്ങൾക്കുള്ളിൽ നിന്നും കണ്ടെത്തിയ ലുട്രോപ്സ് ദേവഗിരിയൻസിസ് അടക്കം 4 ഇനം ഓട്ടുറുമകളാണ് കേരളത്തിൽ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അനങ്ങാതെ കഴിഞ്ഞുകൂടിയ ഇവരുടെ ചിറകുകൾ ചലിപ്പിക്കാനുള്ള ഊർജം ബാക്കിയാവുന്നത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഗവേഷകർക്ക് ഇപ്പോഴും അത്ര നിശ്ചയമായിട്ടില്ല. ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ ആവശ്യമായ കൊഴുപ്പ് ശേഖരം എങ്ങനെ ഇവ ബാക്കി വെക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജന്മാന്തരങ്ങളിലൂടെ മുപ്ലി വണ്ടിൻ്റെ കെട്ടിട കുടിയായ്മ ആധാരം എങ്ങനെയാണ് ഇവ അടുത്ത തലമുറക്ക് കൈമാറുന്നത് എന്നതും ഇപ്പോഴും വ്യക്തമാകാത്ത കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഓട്ടുറുമകളെ ഇല്ലാതാക്കുക എന്ന കാര്യത്തിലേക്ക് വരാം. സത്യത്തിൽ വലിയ തോതിൽ ഇവയുടെ ആക്രമണം ഉണ്ടായാൽ ഇവയെ ഒഴിവാക്കാൻ നിലവിൽ പ്രായോഗികമായിട്ടുള്ള പൂർണ്ണമായിട്ടും ഉറപ്പുള്ള അപകടരഹിതമായിട്ടുള്ള ഒരു മാർഗവും ഉള്ളതായിട്ട് എനിക്കറിവില്ല. ആൾതാമസമൊന്നുമില്ലാത്ത കെട്ടിടങ്ങളിൽ ശക്തി കൂടിയ കീടനാശിനികൾ, ടെർമിനേറ്റർ തൊട്ടിട്ട് പലതരത്തിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പല കീടനാശിനികളും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോണ്ടാക്ട് പോയ്സണുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയൊക്കെ ഇത്തരത്തിലുള്ള പ്രാണികളുടെ ദേഹത്ത് സ്പർശിക്കണം, എങ്കിൽ മാത്രമേ അവയുടെ ആക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. ഇവർക്കൊക്കെയും കട്ടിയുള്ള പുറം ചിറകുള്ളത് കൂടാതെ ഇവ അട്ടിയായിട്ടാണ് വിശ്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള അട്ടികളിലേക്കൊന്നും ഈ സ്പ്രേ ചെയ്യുന്ന മരുന്നുകൾ എത്തില്ല. അതിനാൽ തന്നെ ഇവയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. എന്തായാലും നമ്മൾ താമസിക്കുന്ന, കിടക്കുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്ന വീടുകളുടെ ഉള്ളിലൊന്നും ഉഗ്രശേഷിയുള്ള അത്തരം കീടനാശിനികൾ അടിക്കുന്നത് ഒട്ടും നല്ലതല്ല. ഇങ്ങനെ മരുന്നടിച്ച് പൊടിഞ്ഞ് വീണവയൊക്കെ ചാക്ക് കണക്കിന് മുറങ്ങളിൽ കോരി മുറ്റത്തും ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നിട്ടും അടുത്ത വർഷം ഒരു പേടിയുമില്ലാതെ അതേ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയതും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രാണികളുടെ ആക്രമണം ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെ ആളുകൾ വേനൽ മഴ കഴിഞ്ഞ ഉടനെയുള്ള ദിവസങ്ങളിൽ കഴിവതും വീടുകളുടെ ഉള്ളിലെ ലൈറ്റുകൾ രാത്രി കെടുത്തി വെക്കുക, പുറത്ത് മാത്രം ശക്തിയുള്ള ഒരു ലൈറ്റ് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ ഡിറ്റർജൻ്റൊക്കെ കലക്കി ബക്കറ്റിൽ വെച്ച് അതിന് മുകളിൽ ബൾബ് കത്തിച്ച് വെച്ചിട്ടുള്ള ട്രാപ്പുകൾ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങൾ പലരും ചെയ്തു നോക്കുന്നുണ്ട്. പലതരത്തിലുള്ള വിഷച്ചോക്കുകളൊക്കെ പൊടിച്ച് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഡിറ്റർജൻറ്റുകൾ, ലിക്വിഡ് സോപ്പുകളൊക്കെ കലക്കിയിട്ട് അവ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചിലർ അതിൽ സ്വയം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്, മണ്ണെണ്ണ ചേർത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊക്കെ ചിലർക്കൊക്കെ ചില ആശ്വാസം കിട്ടിയതായിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മുപ്ലി വണ്ടുകളെ അല്ലെങ്കിൽ ഊട്ടുറുമകളെ ഓടിക്കാനുള്ള ഒരു മാർഗം, സുരക്ഷിതമായിട്ടുള്ള മാർഗം എൻ്റെ മുന്നിലില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അത്തരത്തിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ മുപ്ലി വണ്ടുകളെ ഊട്ടുറുമകളെ ഓടിക്കാനുള്ളതായിട്ട് അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ അവ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ. എന്തായാലും ശക്തിയുള്ള കീടനാശിനികൾ അടിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടകരം തന്നെയാണ്. കൂടെ ഒരു കാര്യം കൂടി, പഴയ തറവാടുകളുടെയും വീടുകളുടെയും ഒക്കെ മര ഉരുപ്പടികൾ വാങ്ങിയിട്ട് നമ്മൾ വീട് പണിയാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു അപകടമുണ്ട്. പണ്ട് ഓട്ടുറുമകൾ കൂടുകൂട്ടിയിരുന്ന ആ വീടുകളുടെ മരമായിരുന്നെങ്കിൽ ചിലപ്പോഴവ വീണ്ടും തിരിച്ചു വരും. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ഓട്ടുറുമ സംഹാരമാർഗം എനിക്കറിയില്ല, ക്ഷമിക്കുക. വ്യക്തിപരമായിട്ടുള്ള ഒരു കൗതുകം കൂടി ഇതോടൊപ്പം പറയാമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാണിയെക്കുറിച്ച് എഴുതണമെന്ന് കരുതിയത് ഈ പ്രാണിയെക്കുറിച്ചാണ്. 1986 അന്ന് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തിയിലേക്ക് ഒന്നായ നിന്നയിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടുറുമയെ പറ്റിയിട്ട് വളരെ ഒരു തമാശയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കുറിപ്പ് എഴുതി അയച്ചു. കവി കുഞ്ഞുണ്ണി മാഷായിരുന്നു ആ കാലത്ത് ഈ പംക്തി കുട്ടേട്ടൻ എന്ന പേരിൽ ബാലപംക്തി മാതൃഭൂമിയിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഈ മാറ്റർ കിട്ടിയപ്പോൾ അത് കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മറുപടി കത്ത് വന്നു. അതിൽ കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്:
പ്രിയ വിജയകുമാർ, ഒന്നായ നിന്നയിഹ എന്നത് ഒന്നെന്ന നിന്നയിഹ എന്നാക്കി ഇവിടെ വെച്ചിരിക്കുന്നു. ഇത് സ്വന്തം തന്നെയല്ലേ, പകർപ്പല്ലല്ലോ എന്നൊരു സന്ദേഹം കൂടി അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്. ഞാനിത് കോപ്പി അടിച്ചതല്ലല്ലോ എന്ന്. ഓട്ടുർമ ഒന്നുകൂടി നന്നാക്കൂ. അത്യാവശ്യമല്ലാത്തതെല്ലാം വെട്ടിക്കളയൂ. ഓട്ടുർമ എന്ന ജീവിയുടെ രൂപം വർണ്ണിക്കണം, എങ്കിലേ എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനത് തിരുത്തി അയക്കാൻ ധൈര്യപ്പെട്ടില്ല. 30 വർഷങ്ങൾക്ക് ശേഷം 2016 അത് വീണ്ടും ഓട്ടുർമയെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് എഴുതിയത്. ദേശാഭിമാനിയിലെ ക്ലോസ് വാച്ച് എന്ന പങ്ക്തിയിലാണ് അത് എഴുതി പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് പ്രാണികളെക്കുറിച്ച് ധാരാളം എഴുതാനുള്ള പ്രോത്സാഹനവും പിന്തുണയും എനിക്ക് ലഭിച്ചു. എല്ലാവർക്കും നന്ദി. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.